കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ സായാഹ്ന ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ച ഒരു കുടുംബം 6 പേർ ഭക്ഷണം കഴിച്ചു. അതിൽ 2 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നതായിരുന്നു ആ വാർത്ത. 2 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. കുടുംബത്തോടൊപ്പം കഴിഞ്ഞ ദിവസം ഇവർ വിഴിഞ്ഞം ഭാഗത്തൊക്കെ സീ ഫുഡ് ധാരാളമായി കിട്ടുന്ന നല്ല നല്ല ഹോട്ടലുകളുണ്ട്. വളരെ പ്രശസ്തമായ ഒരുപാട് ഹോട്ടലുകളുണ്ട്. വിഴിഞ്ഞത്ത് പോകുന്നത് തന്നെ സീ ഫുഡ് കഴിക്കാനാണ് പലപ്പോഴും തിരുവനന്തപുരത്തുകാർ അധികവും, അതുപോലെ പുറത്തുനിന്ന് വരുന്നവരും ഒക്കെ. അങ്ങനെ സീ ഫുഡ് കഴിക്കാനെത്തിയ കൊല്ലം നിലമേൽ പ്ലാച്ചിക്കോട് സ്വദേശികളായ ഷാജി, ഭാര്യയുടെ അമ്മയായ റഷീദ ബീവി എന്നിവരാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജീന പാരിപ്പള്ളി ആശുപത്രിയിലെ ICUവിൽ ഗുരുതരാവസ്ഥയിലാണ്. ഇവർക്കൊപ്പം ഭക്ഷണം കഴിച്ച കുട്ടികളടക്കം 3 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് വിവരം. മരണത്തിന് കാരണം അലർജിയാണ് എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ സൂചന. ഭക്ഷ്യവിഷബാധ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവർ കഴിച്ച ഫുഡ് ഐറ്റംസിൽ മീൻ മുട്ട, കൊഞ്ച്, കണവ തോരൻ, അപ്പം, പൊറോട്ട എന്നിവയൊക്കെയാണ് ഈ ഐറ്റംസ് ആണ് കഴിച്ചത് എന്നാണ് ഇവരുടെ ഒരു ബന്ധു പറയുന്നത്. നമുക്കറിയാം, എപ്പോഴും സമുദ്ര വിഭവങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചില ഫുഡ് തന്നെയാണ് ചെമ്മീനും കൊഞ്ചും, ചെമ്മീനും കണവയും ഒക്കെ. ഇതൊക്കെ എന്നാലും പലപ്പോഴും പ്രോപ്പറായിട്ട് ഇത് വേവിച്ചിട്ടില്ല എങ്കിൽ അതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. വേവിക്കാത്ത ചെമ്മീനുമായി ബന്ധപ്പെട്ട ഒരുപാട് അപകടങ്ങളുണ്ട്. പ്രോപ്പറായിട്ടത് പകുതി വെന്ത ചെമ്മീനൊക്കെ ആണെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് തന്നെയല്ല, ഇതൊക്കെ അലർജി ആകുന്ന ആൾക്കാരുമുണ്ട്. ചെമ്മീനിൽ ദോഷകരമായ ബാക്ടീരിയകളുണ്ട്, വൈറസുകളുണ്ട്, ഇതൊക്കെ അടങ്ങിയിരിക്കാം. അതുപോലെ ഭക്ഷ്യജന്യ രോഗങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം. ഇവിടെ മീൻ മുട്ടയാണ് കഴിച്ചത് എന്ന് പറയുന്നു, കണവ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പലപ്പോഴും ഈ ഷെൽ ഫിഷ് ഒക്കെ ഒത്തിരിയും അലർജിക്കും അതുപോലെ അതിനെ തുടർന്നുള്ള അപകടങ്ങളുമൊക്കെ ഇതിനു മുൻപും നമ്മൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാധാരണ ബാക്ടീരിയകളും പരാതങ്ങളും ഒക്കെ ചെമ്മീൻ വിബ്രിയോ പാരാഹിമോലിറ്റിക്കസ്, വിബ്രിയോ വൾണിഫിക്കസ് തുടങ്ങിയ ബാക്ടീരിയകൾ ഉണ്ടാകും. ഇത് വേവിക്കാത്തതോ അസംസ്കൃതമോ ആയ സമുദ്ര വിഭവങ്ങളിൽ വളരും. ഇത് ദഹനനാളത്തിലെ അണുബാധകൾക്ക് കാരണമാവുകയും നമ്മുടെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കുകയും ചെയ്യും. ചിലപ്പോൾ തന്നെ നമ്മൾ ഈ കൊഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അതിൽ എത്രത്തോളം ശാസ്ത്രീയ വശങ്ങളുണ്ട് എന്നറിയില്ല. അതിനോടൊപ്പം നമ്മൾ എന്തെങ്കിലും അച്ചാറൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിന് വിഷയങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ വയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം, സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും അങ്ങനെ കഴിക്കാതിരിക്കാൻ നമ്മളൊക്കെ സൂക്ഷിക്കാറുമുണ്ട്. അതിൽ എത്രത്തോളം നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയ വശം എന്താണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ ഇപ്പോൾ തൽക്കാലം പൂട്ടിയിരിക്കുകയാണ്. ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ളത് ഇനി ഉറപ്പാക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമായി. ഇപ്പോൾ ഈ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ഒരു തിരക്കിട്ട ജോലികൾക്കിടയിൽ ഒന്ന് റിലാക്സ് ചെയ്യുന്നത് പലപ്പോഴും പുറത്തുപോയി നല്ല ഫുഡ് കിട്ടുന്നിടത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതൊക്കെ ആണ് എല്ലാവരും സന്തോഷിക്കാൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ. അവിടെ ഇങ്ങനെ ഒരു വേദന വരുമ്പോൾ, അതിനിങ്ങനെ ഒരു അപകടം വരിക എന്ന് പറയുമ്പോൾ അത് ശരിക്കും വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയായി മാറുകയാണ്. എന്തായാലും എപ്പോഴും പുറത്തുപോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് നല്ലൊരു ഹോട്ടലായിരിക്കണം, അത് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. എപ്പോഴും ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ പല രീതിയിലും ബാധിക്കാൻ, നല്ല രീതിയിലല്ല ആ ഫുഡ് വേവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ എന്തെങ്കിലും ഹെൽത്ത് മീൻസ് ക്ലീൻ ആയിട്ടുള്ള വൃത്തിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കാം. ചിലപ്പോൾ ഇതുപോലെ മരണം വരെ സംഭവിക്കുക. ചെമ്മീൻ അലർജി വളരെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഈ ഹോട്ടൽ വൈകുന്നേരം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭക്ഷണശാലയാണ്. ഭക്ഷണം കഴിച്ച ശേഷം നിലമേലേക്ക് വരുമ്പോൾ നെഞ്ചുവേദന തോന്നിയത് കൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോയത്. മീൻ മുട്ട, കൊഞ്ച്, കണവ തോരൻ ഇതൊക്കെയാണ് ഇവർ കഴിച്ചത്. നിലമേൽ വരെ എത്തിയതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പിന്നാലെയാണ് സമീപത്തെ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിച്ചത്. എത്ര പേർ ഒരേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും എന്ത് കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ആണോ എന്നറിയില്ല എന്നൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് ഷാജി മരിച്ചത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് റഷീദ ബീവി മരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ച് സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർ ഭക്ഷ്യവിഷബാധ സംബന്ധിയ അസ്വസ്ഥത ഉണ്ടായതായി മറ്റാരിൽ നിന്നും പരാതി ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിക്കുന്ന ഭക്ഷണങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ. നമ്മുടെ ഓരോ യാത്രയും ഇതുപോലെയുള്ള നല്ല ഫുഡ് തേടിയുള്ള നമ്മുടെ ഓരോ യാത്രയും സുരക്ഷിതമായിരിക്കട്ടെ. എന്ത് കഴിക്കുമ്പോഴും അതിൻ്റെ സുരക്ഷ കൂടി ഒരു മുൻകരുതലായി സ്വീകരിക്കുക. എന്തായാലും മരണം സംഭവിച്ചവർക്ക് ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.